ഒരു കഥ കേൾക്കാൻ സമയമായി. ഓടിവായോ. ആരാ കഥ പറയുന്നത്? വേഗം പറ. എന്നിട്ട് വേണം എനിക്ക് ഞാൻ തുടങ്ങാൻ. ഒന്ന് വേഗം പറയുന്നുണ്ടോ? അച്ഛമ്മേ. ഇന്നാരാ ബലിയാട്? ഇന്ന് അവൾമാരാണ്. കഴിഞ്ഞ ദിവസം ഞാനാ പറഞ്ഞു ഇന്ന് നീ പണ്ടാടങ്ങപ്പെട്ടു. ഓ, സ്റ്റോറി തുടങ്ങിയോ? ഇന്നിനി എന്തൊക്കെ പൊല്ലാപ്പണമായിട്ടുണ്ടാക്കി വരുന്നത് എൻ്റെ ഈശ്വര. ഇനിയും കാണണം. മിണ്ടാതിരിക്കടി കുരുട്ടടക്കെ, ഞാൻ ആലോചിക്കട്ടെ. ഓ എൻ്റെ ഈശ്വര, പറയാനുള്ള കഥ മുഴുവൻ ഞാൻ പറഞ്ഞു. എൻ്റെ മോനോട് പോലും ഞാനിങ്ങനെ കഥ പറഞ്ഞിട്ടില്ല. എന്ത് കഥയെ പറയാൻ? ആ കഥ തന്നെ പറയാം. ഇത് കുറെ നേരമായല്ലോ, ഇന്നെങ്ങാനും പറയുവാവോ? ഒന്ന് പറ. കുറെ നേരം നോക്കി നിൽക്കുന്ന പറ. പറയാം. ഒരിടത്ത് ഒരു കാട്ടിലെ ഒരു മുയലും ഒരാമയും ഉണ്ടായിരുന്നു. ആ കാട്ടിൽ മുയലും ആമയും കൂടാതെ ഒത്തിരിയേറെ വേറെ മൃഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം മുയല് ആമയോട് ചോദിച്ചു, എനിക്കാണോ നിനക്കാണോ? അതോ അച്ഛമ്മയ്ക്കാണോ, അച്ഛനാണോ, അമ്മയ്ക്കാണോ, എനിക്കാണോ, അച്ഛനാണോ? കുറെ നാളെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ ആമയും മുയലിൻ്റെ കഥ ഒന്ന് മാറ്റി പിടിച്ചൂടെ അച്ഛമ്മേ? കേൾക്കാനുള്ള മൂടും. ഞാൻ പോവാ, അമ്മയായിട്ട് കിടക്കാൻ പോവാം. എടി അപ്പോൾ നീ വരണുണ്ടോ? ഈ അച്ഛമ്മേ ഈ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെ കണ്ണ് പറഞ്ഞോട്ടെ. അച്ഛനോട് പറ, അച്ഛൻ കിടന്ന് ഉറങ്ങിക്കോളി കഥ കേട്ട്. ഞാൻ പോവാം, എനിക്കൊന്ന് വേണ്ടിയിട്ട് കേൾക്കാം. ഓ, രക്ഷപ്പെട്ടു. ഇന്നത്തെ സ്റ്റോറി പെട്ടെന്ന് കഴിഞ്ഞല്ല, ഇവിടെ സ്റ്റോറി കേട്ട് വെറുതെ പിള്ളേർ ഓടിയതാ. കുരിപ്പുകൾ രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ. സ്റ്റോറി പെട്ടെന്ന് കഴിഞ്ഞോ? എന്താടി? വന്ന് അച്ഛമ്മയുടെ കഥ തീരെ കൊള്ളാതായിരിക്കണം. അതുകൊണ്ട് ഇന്ന് കഥ അമ്മ പറഞ്ഞ് തന്നാ മതി. പറയമ്മേ. അപ്പൊ ഇന്നത്തെ കാര്യം ഗോവിന്ദ. പറയമ്മ, കേൾക്കാൻ കൊത്തിയാവുന്ന അച്ഛന് പറ. കഥയൊക്കെ പറഞ്ഞുതരാം. രണ്ടുപേരും കട്ടിലേക്ക് കിടക്കുക. പറഞ്ഞ ഒരിക്കലൊരു കാട്ടിൽ വലിയൊരു രാക്ഷസനുണ്ടായിരുന്നു. ആ രാക്ഷസൻ കാട്ടിൽ വരുന്ന സഞ്ചാരികളെല്ലാം കഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വലുതായിരുന്നു, പല്ലുകൾ നീളമുള്ളതും. ആ രാക്ഷസനെ പേടിച്ച് അവിടേക്ക് ആരും പോകില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു രാജകുമാരി കുറെ തോഴിമാരുമായി കാട് കാണാൻ വേണ്ടി ഇറങ്ങി. ആ കാടിൻ്റെ മനോഹാരിതയിൽ അവിടെ ഇങ്ങനെ പുഴകിയിരിക്കുകയായിരുന്നു. അപ്പോൾ മതി, എഴുന്നേറ്റേ, കുളിച്ച് അമ്പലത്തിൽ പോണതാ. എഴുന്നേക്ക് കുഞ്ഞുങ്ങളെ. ആരോ വിളിച്ച പോലെ തോന്നി. ഒരിറക്കം കൂടെ ഇറങ്ങിയിട്ട് പിന്നെ നോക്കാം. ഗുഡ് നൈറ്റ്. പുറത്തേതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആ, അതെൻ്റെ വരുമാനാണ്. രാവിലെ തന്നെ രണ്ടുപേരും ഉമ്മറത്തുണ്ടല്ലോ. നോക്കണ്ട, ഒരു സർപ്രൈസ് തരണ്ടെന്നാ. നിങ്ങൾക്കല്ല, എൻ്റെ മക്കൾക്ക്. അതാ ഞാൻ വരുന്ന കാര്യം വിളിച്ച് പറയാനത്. എൻ്റെ പിള്ളേരെന്തേ? അച്ചു, അപ്പു? ഈ സമയത്തോ? ഓ, അവർക്കങ്ങനെ പ്രത്യേക സമയമൊന്നുമല്ലോ. ആരാത്? ഈശ്വര, ദേവേട്ടൻ. സ്വന്തം തന്തയാണോടി പിച്ചക്കാരെന്ന് വിളിച്ചത്? ഓ, ഇവളെ. അയ്യോ, എന്റെ അച്ഛനാണ് പിച്ചക്കാരെന്ന് വെച്ചത്. അച്ഛോ, അച്ഛോ, ഞാനും ഉണ്ട്. അച്ഛൻ്റെ അപ്പു, അച്ഛോ. ഓ, സമ്മതിക്കൂല.
ഒന്ന് മാറി മനുഷ്യ, ഒന്ന് കയറിയില്ല, അതിനുമ്പേ തുടങ്ങി. പോ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി, കരുതിയിരുന്നു. നിങ്ങൾ കഴിക്കാൻ വരുന്നില്ലേ? മോളിക്കെങ്കിൽ അവനും പിള്ളേരെ വിളിക്കേ. Gotta get that. ഈശ്വര, Gotta get that. Gotta get that. Gotta get that. That. Boom boom boom. Gotta get 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 that. Boom boom boom. That boom boom boom. That boom boom boom. കഴിഞ്ഞിട്ട് പൊട്ട് കഴിക്കാൻ പോയോ? അമ്മ ആ ഫ്ലോ കളഞ്ഞു. ബാക്കി നമുക്ക് കഴിക്കാൻ പോ. അമ്മയായിപ്പോയി, അല്ലെങ്കിൽ അപ്പുറത്തെ ചാണകക്കുഴി കൊണ്ടിടായിരുന്നു. അച്ഛ, നിങ്ങളെ വിട്ടോളില്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. എടി കോഴിക്കുഞ്ഞ്, പോയി വല്ലതും കഴിക്കാൻ നോക്കാം. അവിടെ വായ അത്രയല്ല ഇത്. മുട്ടേന്ന് വിരിഞ്ഞില്ല, പിള്ളേർ വായന്ന് വിരിച്ച് കേട്ടോ മനുഷ്യ. നിങ്ങളുടെ കയ്യിലെ നീ ഇങ്ങോട്ട് പോകരുത്, നിൽക്കുക, അവിടെ നിൽക്കുക. എത്ര നാളായി എൻ്റെ പെണ്ണെ നിന്നിങ്ങനെ നടത്തിരുത്തിയ. ചേട്ടനുള്ള സമ്മാനം തരുന്നില്ലേ? ഞാൻ എടുത്തോളാം. നോക്കി പേടിപ്പിക്കുന്നു, കാണിച്ചാടിതിനെ. ഗംഗേ, ദേവാ, കഴിക്കാൻ വായോ? അമ്മ വിളിച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. കറക്റ്റ് ടൈമിന് ഞാൻ എത്തിയത്. എന്താ അവിടെ ഒരു ശബ്ദം? ആ, ഇവനോ എപ്പോ വന്ന്? ഇപ്പം ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ആ, നീയോ? ആ, എൻ്റെ ഇളയം അങ്ങനെയാണോ? എന്താ അമ്മ ഞാൻ അങ്ങോട്ടല്ലേ വരണേ? ആടി ചെറിയച്ഛൻ്റെ പൊന്നിക്കുളങ്ങളെ വായോ, ഓടുവായോ. ഇവന്റെയും കൂടെ കുറവും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഓഫീസിലെ വീടാ. എന്റെ പൊന്നിയോട് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുക. എന്തുവാ ഇത്? ആഹാ, അപ്പൊ ഞാൻ ജോലി ചെയ്യാൻ സമ്മതിക്കത്ത? 24 മണിക്കൂറും ജോലി. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. അച്ചടാ, ഇതൊന്ന് കഴിയട്ടെ, ഞാൻ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം മനസ്സിലായി. എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛനോട് ഓടിച്ചെന്ന് പറയാ. എടി അമ്മ വാടി, ഈ വഴക്കിന്റെ കാര്യം അച്ഛനോട് അമ്മോട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പോരാന്ന് തോന്നുന്നു. കാണാം, 2 പിള്ളേർ അമ്മയായില്ലേ, പഴയ പോലെ സൗന്ദര്യമൊന്നും വിളിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് നമ്മളത് കാണും. നീ അവളുടെ കൂടെ കിടന്നിട്ടുണ്ടോന്ന് ആർക്കറിയാം? ഈ സ്ഥിരമായിട്ട് അവളെ സുഖപ്പെടുന്നുണ്ടെങ്കിൽ അത് പോരെ. എന്താണ് ഇതൊക്കെ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തൊക്കെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ ഇല്ലാതെ നന്നായി. ഇല്ലെങ്കിൽ അവരെല്ലാം ഇത് കാണേണ്ടി വന്നേനെ. എന്താണ്? അങ്ങനെയൊന്നുമില്ലടാ, അവര് തമ്മിലേ ചെറിയൊരു വഴക്കുണ്ടായി. അതൊക്കെ മാറിക്കോളും. പിന്നെ കൊച്ചു സമ്മതിച്ചോ എൻ്റെ പിള്ളേരെ അച്ഛൻ തരാൻ? അച്ഛൻ്റെ കൈയും കാലും തട്ടി എടുക്കൂലി കൊച്ച. മക്കളെ വാ, അതേ അച്ഛനും അമ്മയും ആ വഴക്ക് അവർ പറഞ്ഞു തീർക്കട്ടെ. ഓ പണ്ടാറടങ്ങ. സോറി,
ഞാൻ മനഃപൂർവ്വമല്ല. നീ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സോറിടാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്ന് അവരെല്ലാവരും വന്നു. കൂടെ ഗംഗയുടെ പേരൻസും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് കയറാൻ നോക്കിയപ്പോൾ ഗാർഡനിൽ 3 കുട്ടിപ്പൂതങ്ങൾ നിൽക്കുന്നത് കണ്ടു. പിന്നെ അവരെടുത്തിട്ട് ചെന്നു. അപ്പോഴാണ് അവരുടെ സംസാരം അവർ കേൾക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അച്ഛമ്മയും അച്ഛനും ഒക്കെ വരുന്നതിന് മുന്നേ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണ്ടേ? കൊച്ചേ ഇതെന്നാലോചിച്ചോണ്ടിരിക്കുക. കൊച്ചേ ഇത് ശരിയാവില്ല. എടാ കണ്ണ, എന്തോ കുറിപ്പേ, നീ എന്നെ വിളിച്ച കണ്ണാണോ? നീ എന്നെ തല്ലി കൊള്ളു. എന്റെ കൊച്ചിന്റെ ദേഹത്തന്നെ നിൽക്കണ്ടല്ലോ. നിന്നെ കാലം വരെ എന്നെ പിടിക്കും. അല്ല പിന്നെ എന്തുവാ എല്ലാം കൂടി ഇവിടെ? എന്തെങ്കിലും കുർത്തക്കട ഒപ്പിക്കാനുള്ള പരിപാടി? അതല്ലേലും അങ്ങനെയല്ലേ. എന്ത് ബാക്കി രണ്ടെണ്ണം കൂടെ? അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി. എന്നിട്ട് അച്ഛൻ അമ്മയുടെ മുഖത്തടിച്ചു. അമ്മ ഒത്തിരി കരഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമല്ല കൊച്ചച്ഛൻ. അമ്മയോട് ചുമ്മാ പറഞ്ഞ ഇങ്ങനെയൊന്നുമില്ല. സത്യമാണോടാ? അവിടെ തമ്മിൽ വഴക്കുണ്ടായോ? അങ്ങനൊന്നും ഇല്ലമ്മ. അണ്ണാ നീ വെറുതെ ഞാൻ കാണിക്കാം. എല്ലാവരും വാ. അച്ഛൻ അമ്മയും മുറിക്കാത്തില്ല. രണ്ടുപേരോട് ഇപ്പൊ തന്നെ ചോദിക്കാം. രണ്ടുപേരും വഴക്കനെ പറയണല്ലോ. ഇത് പറഞ്ഞു അവരുടെ റൂമിലോട്ട് ചെന്നു. അപ്പോൾ അവരവിടെ കേട്ടത്